ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചീനിക്കിഴങ്ങ്. ഇന്ന് വൈകിട്ടത്തെ കട്ടൻ ചായക്ക് ചീനിക്കിഴങ്ങ് അവിച്ച് മുളകും ഞവടി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്ത ചീനിക്കിഴങ്ങിനെ ചെറുതായിട്ട് കൊത്തി ഒരു ചെറിയ പാത്രത്തിലിട്ടിട്ടുണ്ട്. നെകയ്ക്ക് വെള്ളം ഒഴിക്കില്ല, മുക്കാൽ ഭാഗം അല്ലെങ്കിൽ അരഭാഗം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാൻ വെക്കണം. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കണം. അതായത് നമ്മൾ പാത്രത്തോടെ എടുത്തൊന്ന് കുടഞ്ഞു കൊടുക്കണം. വെള്ളം പുറത്ത് വീഴാതെ ശ്രദ്ധിക്കണം. അങ്ങനെ കുടഞ്ഞിട്ട് അടച്ച് വയ്ക്കണം. അതൊന്ന് വേവട്ടെ. വെന്തതിന് ശേഷം മാത്രമേ നമുക്കത് ഊറ്റാൻ പറ്റുള്ളൂ. വീണ്ടും അടച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ വെള്ളം അത്രയും ഊറ്റി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അടച്ച് മാറ്റി വയ്ക്കുന്നു. ഇനി അതിന് കൂടെ കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരഞ്ഞ് പേസ്റ്റ് ആക്കാത്ത രീതിയിൽ ഒന്ന് ചതച്ച് നല്ലപോലെ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വീത്തിയപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി എന്താണ്? ഇനി നമ്മുടെ ചീനിക്കിഴങ്ങും ഈ ചമ്മന്തിയും പിന്നെ നല്ല ചൂട് കട്ടൻ ചായയും കൂടെ അങ്ങ് കഴിക്കുക. എന്തൊരു ടേസ്റ്റാണെന്നോ. ഇപ്പോൾ എല്ലായിടത്തും ചീനിക്കിഴങ്ങ് കിട്ടുന്നുണ്ട്. ഇത് ചീനിക്കിഴങ്ങിൻ്റെ സീസണാണ്. അപ്പോൾ നിങ്ങൾക്ക് ചീനിക്കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് അവിച്ച് മുളകും ഞവടി കട്ടൻ ചായയുടെ ഒന്ന് കഴിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.